അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഫസീലയെ ഉമ്മയും ഷമ്മാസും അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. ആങ്ങള പറഞ്ഞു, ഞാൻ ഇത്താത്തയെ പൊന്നുപോലെ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. ഉമ്മ ഒരു നിമിഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. റബ്ബേ, എന്നാലും ഓലെ ഏറ്റെടുത്തല്ലോ. കാരണം അവറ്റുകളെ കണ്ടൂടായിരുന്നു ഓൾക്ക്, ഉമ്മാനെയും ബാപ്പാനെയും ആങ്ങളിലൊന്നും. എന്താപ്പ ചെയ്യുക? എന്തൊക്കെ തന്നെയായാലും അവസാനം കണ്ടുകൂടാത്തവരെന്നെ അവൾക്ക് ആയി. മോനെ, ഷാമോനെ, ഉമ്മ, എന്നാൽ നമുക്ക് പോവാല്ലേ? എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ, നിങ്ങൾ ദുആ ചെയ്യട്ടോ. ആയിക്കോട്ടെ, എന്നാൽ എൻ്റെ കുട്ടീനെ ഇവിടെ എത്തിച്ച് തന്നല്ലോ. ആയിക്കോട്ടെ മോളെ ഫസീല. അതെ, ഉസ്താദിൻ്റെ പ്രഭാഷണം ഫസീല കേൾക്കുകയായിരുന്നു. അങ്ങനെ അവർ സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഉസ്താദിൻ്റെ ആ ക്ലാസ് കേട്ട് അവൾ കരഞ്ഞു പോവുകയായിരുന്നു. റബ്ബേ, ഞാൻ ചെയ്ത കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ, മോളെ, ഈ ഉസ്താദ് എവിടെ ഉള്ളതാ? ഉമ്മ, അത് അവിടെ ആ ഭാഗത്തുള്ളതാണ്. എന്നെ ഒരു താത്ത വിളിച്ച് കൊണ്ടുപോയതായിരുന്നു ഉമ്മ. സത്യമായിട്ടും ഒരു ദിവസം ഞാൻ ക്ലാസ് കേട്ടപ്പോഴേക്കും എൻ്റെ മനസ്സാകെ മാറി ഉമ്മ. അതെ, ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപിയാണ്, ദോഷിയാണ്. എല്ലാം കൂടി ടെൻഷനായിട്ട് എനിക്ക് സുഖമില്ലാതായിമ്മ. സത്യമായിട്ടും അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. എന്തൊക്കെ തന്നെയാലും ഐഷുമ്മയുടെ കാരുണ്യം കൊണ്ട് ഞാനിവിടെ എത്തപ്പെട്ടു. മോളെ, സാരില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഉമ്മാൻ്റെ കുട്ടീനെ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ. ആ, പിന്നെ ഉമ്മാൻ്റെ കുട്ടീനോട് പറയാൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഒക്കെ നമ്മൾക്ക് വരാനുള്ള വൈക്കത്തങ്ങൂരല്ല, പക്ഷെ നമ്മളെ പ്രവൃത്തിയും കൂടി അതിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഉമ്മ, ശരിയാണ് ഉമ്മ, ഞാനായിട്ടാണ് എൻ്റെ ജീവിതം തകർത്തത്. ഇനി ഒരിക്കൽ പോലും ഉമ്മ അവരുടെ ജീവിതത്തിലേക്ക് ശല്യമായിട്ട് ഞാൻ പോവില്ല. ഉമ്മങ്ങൾ ഇടയ്ക്കൊക്കെ മക്കളൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ മതി. മോളുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ആ ഉമ്മക്ക് സങ്കടമാണ് തോന്നിയത്. എന്തായാലും അൽഹംദുലില്ലാ, 2 മക്കൾ എനിക്കുണ്ടല്ലോ, അതും വലിയ ഭാഗ്യം. ഐഷുമ്മാൻ്റെ 2 പേരക്കുട്ടികളെ ഈ പറ്റല്ലോ, മാഷാ അല്ലാ. എന്നാൽ അതാ വീട്ടിലേക്ക് ഫസീൽ എത്തിക്കണു എന്നുള്ള കാര്യം നാത്തൂൻ അറിയുന്നു. അതായത് അവളുടെ വലിയ ആങ്ങളുടെ ഭാര്യ ആരോ അവളോട് പറഞ്ഞു. ഹോ, ഇപ്പോൾ വന്ന് കയറിയിക്കണ് അല്ലേ? ആങ്ങളെ വന്നപ്പോൾ തന്നെ നാത്തൂൻ്റെ ചൂടാകുന്ന സംസാരമാണ്. അതേ, ഓളെ തെണ്ടലും തിരലൊക്കെ കഴിഞ്ഞ് വന്ന് കയറിയിക്കണ്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയാം, ഈ വീട്ടിൽ നിങ്ങൾ അടുപ്പിക്കരുതിട്ടോളെ, കാല് കുത്താൻ ഞാൻ സമ്മതിക്കൂല. ഓള് വേണ്ടതും വേണ്ടാത്തതൊക്കെ കാട്ടിക്കൂട്ടി ഇപ്പോൾ ഓളിത് വന്ന് കയറിക്കണല്ലോ. പറ്റൂലേല്ലോ ഓൾക്ക് തറവാട്, ഇവിടേക്കല്ലേ ഓള് വരുള്ളായിരുന്നു. ഇങ്ങോട്ടെങ്ങാനും നിങ്ങൾ കിടത്താൻ നിന്നിട്ടുണ്ടെങ്കിലേ പിന്നെ നിങ്ങളും പുറത്ത് കിടക്കേണ്ടി വരും. അതിന് നീ എന്തൊക്കെയാ പറയുന്നത്? ആര് വന്ന കാര്യം നീ പറയുന്നത്? അറിയില്ലല്ലേ നിങ്ങളെ പെങ്ങള് വന്നിക്കണെന്ന്? ഫസീലേ? അല്ലാതെ നിങ്ങൾക്ക് പെങ്ങള്? അവള് എവിടെയായിരുന്നപ്പോൾ ഇതുവരെ? അറിയില്ല, ഓള് വന്ന് കയറിക്കണ പറഞ്ഞ്. ഇഞ്ഞേ അങ്ങനെയാണ് പോയി കൊടുത്താളി നിങ്ങൾ. എന്നിട്ട് വല്ല അവളെ കൂട്ടി കൊടുന്നാളി, എന്നാൽ സമാധാനമാവുമല്ലോ. നീ ഒന്ന് മിണ്ടാതിരിക്കോ? എൻ്റെ പെങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു തന്നെയാണ്. ഓള് വന്നിക്കണെന്ന് പറയുമ്പോൾ അതെ, വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട. നിങ്ങളെങ്ങാനും ഓളെ കാണാൻ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ പെങ്ങൾ എത്രങ്ങാനും മോശം പ്രവൃത്തി ചെയ്താണോ ആള്? പെങ്ങൾ എന്നുള്ള സ്ഥാനത്ത് തന്നെ നിങ്ങൾ ഒഴിവാക്കി എന്നല്ല പറഞ്ഞത്, പിന്നെ നിങ്ങൾ ഉളുപ്പില്ലാതെ കാണാൻ പോകാൻ പാടുണ്ടോ? അത് ഞാൻ അല്ല, ഉമ്മയുടെയും ഉപ്പയുടെയും വേണ്ട. ഉമ്മയും ഉപ്പയും അവിടെ കഴിയല്ലേ, നിങ്ങൾ പോലൊന്നുമില്ലല്ലോ. ഇപ്പം എന്താ ഇപ്പം പിടിച്ചൊരു പോക്ക്? നീ എന്താ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കും പോകുന്നത് നീ ഇത്രമാത്രം ചൂടാവുന്നത്? ഒന്നുമില്ല, നിങ്ങളെ കാണുമ്പോൾ പൈസ കിട്ടേണ്ടി വരും. പിന്നെ ആ ചെക്കനല്ലേ, ഓപ്പം അക്കൗണ്ടിങ്ങനെ കയറിക്കണമെന്നൊക്കെ പറഞ്ഞു പഠനം കഴിഞ്ഞിക്കാണ്ട്. ഓനെ കിട്ടുകയാണെങ്കിൽ തുച്ഛമായ പൈസ എന്തെങ്കിലും കിട്ടുള്ളൂ. പൈസക്ക് ഓൾക്ക് ആവശ്യം തന്നെ കാര്യം. നിങ്ങളെ കാണുമ്പോൾ പിന്നെ നിങ്ങൾ പൈസ എടുത്തു കൊടുക്കും. അതെ, ഇവിടെ ഞങ്ങൾക്കുള്ള ചിലവന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൈസ എടുത്തൊന്നും കൊടുത്ത് ശീലാക്കരുത്. അനിയനെ ഇരച്ചു കണ്ട് ഉമ്മ എപ്പോൾ ഇരച്ചു കണ്ട് എപ്പോഴും കൊടുക്കല അതൊന്നും 2 പ്രാവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ എടുത്ത് കൊടുക്കും. നമുക്ക് അള്ളാഹു നൽകിയതല്ലേ, അപ്പം നമ്മൾ എടുത്ത് കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ഇറുകി പിടിച്ച് വെക്കുകയാണോ വേണ്ടത്? എന്താ നിൻ്റെ കഥ? നയിച്ചുണ്ടാക്കിയതല്ലേ, പിന്നെന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ എന്തൊക്കെ തന്നെയായാലും അത് പടച്ച റബ്ബ് തരുന്നത് തന്നെയാണ്. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളിപ്പോൾ വലിയ ദീനിയായിക്കണല്ലോ, മറ്റേ അതൊന്നുമില്ലല്ലോ. എൻ്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടൊന്നുമില്ലെങ്കിലോ. പക്ഷെ നീ പറയുന്നത് അതെ, നിങ്ങളെങ്ങാനും തറവാട്ടിക്ക് പോയി നിങ്ങളെ കാണിച്ചു തരാം. ഭാര്യയുടെ വാക്കുകൾ കേട്ട് അയാൾ ഒന്നും മിണ്ടാതെ നിന്നു. കാരണം ഒന്നിനും മടിക്കൂല റബ്ബേ. അന്ന്
മരുവാൻ കൊടുത്തിട്ടും അയാളെ കാണുന്നില്ല. എവിടെയാണ് എൻ്റെ ഉപ്പ പോയി കിടക്കണേ? അങ്ങോട്ട് പോയിട്ടുണ്ടാവും. എന്നാൽ ഫസീല അവിടെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിൽപ്പ് കിട്ടിയില്ല. തറവാട്ടിലേക്ക് നേരെ പോയി. ഉമ്മ, ആ മോനെ, ഉപ്പ, എടീ ഉപ്പ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, എൻ്റെ കുട്ടിയല്ലേ, ഉപ്പാക്ക് കണ്ണ് കണ്ടുകൂടാ, ചെവിയും വല്ലാതെ കേട്ടുകൂടാ. അങ്ങോട്ട് കയറിയിരുന്നാളി, ഉപ്പാൻ്റെ കുട്ടി. അല്ലാ, എൻ്റെ മോനോ? ഉമ്മ ഓടി വന്ന് അതാ അവനെ കെട്ടിപ്പിടിച്ചു. ഫസീലയുടെ മൂത്ത ആങ്ങള വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മോനെ, എൻ്റെ കുട്ടി എത്ര ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്, എൻ്റെ കുട്ടിക്ക് ഞങ്ങളൊന്നും കാണാൻ പോതില്ലേ? നിൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഓള് സമ്മതിക്കൂല, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്. ഉപ്പാക്ക് എന്നെ കാണാൻ എന്ത് പൂതിയുണ്ടെന്നോ. ഉപ്പ പറയും എൻ്റെ കുട്ടീൻ്റെ മുഖം ഒന്ന് കാണാൻ വല്ലാതെ എനിക്ക് പൂതിയുണ്ട്. റബ്ബേ, എൻ്റെ മക്കളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണോ? ഫസീല പോയി, ഇപ്പോൾ ഓനും പോയി. ഇപ്പം എൻ്റെ ചെറിയ മോന്, നമ്മളെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 പെറ്റക്കണെന്ന് പറഞ്ഞിട്ട് രണ്ടും. ഉമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ ഫസീല വന്നു എന്ന് പറഞ്ഞപ്പോൾ. എങ്ങനെ മോനെ അറിഞ്ഞത്? അത് ഓളോട് ആരെ വിളിച്ച് പറഞ്ഞു എന്നോ എന്തൊക്കെയാവോ അറിയില്ല. എന്നിട്ട് എൻ്റെ കുട്ടി ഈ ഒരു മുച്ചന്തി മോന്തിക്ക് വന്നത്. ഉമ്മ, അതാണ് നല്ലത്. വാ, ഓൾ ആ റൂമിൽ. മാഷാ അല്ലാ, പുതിയ ബെഡും തലേണയും പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സെറ്റാക്കിക്കണല്ലോ റൂമൊക്കെ ഒന്ന്. അതൊക്കെ ഓല് വാങ്ങിക്കൊണ്ടിട്ടതാണ്. ഓലെന്ന് വെച്ചാൽ ഐഷുമ്മ ഷാമോനോ? ആണോ? മാഷാ അല്ലാ. അവർ ഇങ്ങോട്ട് വന്നിരുന്നോ? അവരെന്നല്ല ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എവിടെയോ കിടക്കുകയായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ ട്രീറ്റ്മെൻറ്റൊക്കെ നൽകി. ഇപ്പം ഏതായാലും ഇങ്ങോട്ട് ആക്കിയേക്കണ്. പഠിച്ചോനെ. ഫസില ഇക്കാക്കയാണ്. അവൾ പതുക്കെ കണ്ണു തുറന്നു. ഇക്കാക്ക. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്കാക്ക എന്നോട് ക്ഷമിക്കണം. എന്തിന്? സാറില്ല. അവൾ പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. വേണ്ട, അവിടെ കിടന്നോ. ഉമ്മ, എന്താ ഇവളുടെ അവസ്ഥ? ഇവൾക്ക് എന്തേ പറ്റിക്കണോ? രൂപമൊക്കെ പറ്റ രീതിയിൽ അയക്കണമല്ലോ. എന്തെങ്കിലും അസുഖമുണ്ടോ? മോനെ, മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴാണ് ഐഷുമ്മ അവിടെ എത്തിയത്. ഏതായാലും അവർ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോൾ റാഹത്തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ്, ഭക്ഷണ സാധനങ്ങളെല്ലാം അതവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണ്. ഉമ്മ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോണ്ടി. കുറച്ച് ക്യാഷ്. വേണ്ട മോനെ, വേണ്ട. എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് കണക്ക് ചോദിക്കും. അതെ, ഓരോ ദിവസം കിട്ടുന്ന വരുമാനം ഈ ഓളെടുത്തല്ലേ കൊടുക്കലേ? ഉമ്മ, അത് മോനെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ കുട്ടീനെ ഇറക്കി കൊണ്ടേതാണ് ഓള്. എനിക്കത് നന്നായിട്ടറിയാം. എൻ്റെ കുട്ടീനെ കണ്ടെനിക്ക് പൂതി കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞ് എത്ര കുറച്ച് ദിവസം എൻ്റെ കുട്ടി ഇവിടെ നിന്നത്. അന്നിപ്പോൾ ഫസീൽ അതിനത്ര വലിപ്പമൊന്നും ആയിട്ടില്ലല്ലോ. ഓള് പഠിക്കണ കുട്ടിയല്ലേ. അതെ, എൻ്റെ കുട്ടീനെ ഓള് കൊണ്ടുപോയില്ലേ? ഉമ്മ, എന്ത് ചെയ്യുക, ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. വീട്ടിലെന്നും ഓരോ പ്രശ്നങ്ങൾ. ഉമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി. മോനെ, ആയിക്കോട്ടെ, നിങ്ങൾ റാത്തോടു കൂടി ജീവിച്ചോളി. എന്നാലും ഉമ്മാനെ ഇടയ്ക്കൊന്ന് കാണാൻ വരണം കേട്ടോ. നിങ്ങൾ ജീവിച്ചോളി, നിങ്ങളെ സന്തോഷം നിങ്ങൾക്ക് വലുത്. ഒന്നും ഉമ്മക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഇടയ്ക്കൊന്ന് കാണാൻ പൂതിയാകുമ്പോൾ ഞാൻ കരയും. പഠിച്ചോൻ, എൻ്റെ മൂത്ത കുട്ടീനെ കാണാൻ എനിക്കൊരു പൂതി ഉണ്ടല്ലോ. പക്ഷേ ഉമ്മ, എന്തിപ്പോൾ ചെയ്യാം? മോനെ, എൻ്റെ പൈസയൊക്കെ ഞങ്ങൾ വാങ്ങുമെന്നൊക്കെ ഉള്ള പേടിയായിരിക്കും. പെട്ടെന്ന് അതാ ഫസീലയുടെ ആങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ഇക്കാക്ക, നിങ്ങൾ എവിടെയാണ്? ഞാൻ പോയിട്ടുണ്ടാവും ഉമ്മാൻ്റെയും പെങ്ങളൊക്കെ എടുത്തിക്കല്ലേ. ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കില്ല അങ്ങോട്ട് കിടക്കരുത് നിങ്ങളെന്ന്. എൻ്റെ ഉമ്മാനും ഉപ്പാനും കാണണ്ടേ? എന്താ നിങ്ങൾക്ക് ഉമ്മാനും ഉപ്പാനും ഇപ്പോഴേ കാണാൻ ഒഴിവുണ്ടായത്? ഓള് വന്നപ്പോൾ? അതേ, നിങ്ങളിഞ്ഞ് പറ്റി പറഞ്ഞു കൂടി നിങ്ങളാ പൈസ ഒക്കെ കണ്ട് കൊടുത്ത് ഇങ്ങോട്ട് പോന്നാലിട്ടോ. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പോണത് അങ്ങോട്ട്? നീ ഒന്നും മിണ്ടാതിരിക്കുക, ഉമ്മ കേൾക്കും. ഞാൻ മിണ്ടുകയൊക്കെ ചെയ്യും. മോൻ്റെ പൈസയൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. എന്താന്നില്ലേ, പിന്നെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സും കൊണ്ടുപോകും. അതൊക്കെ ഇപ്പോൾ എന്താവശ്യം? അവിടെ ഒരാളില്ല നയിച്ചാനിപ്പോൾ. ഓനിപ്പോൾ അക്കൗണ്ടിങ് കഴിഞ്ഞ് പണിക്ക് കയറിയില്ലേ, അതിൻ്റെ പൈസ ഓനക്ക് ഉണ്ടാവില്ലേ? നിങ്ങളിപ്പോൾ പോയിട്ട് വേണം അങ്ങോട്ട്. അതേ, നിങ്ങളവിടെ പോയിട്ട് ഉള്ള പൈസ മുഴുവൻ അവിടെ കൊടുത്ത് പോരി, ഉമ്മാക്കും പെങ്ങൾക്കും കേട്ടോ. ഇങ്ങോട്ട് കയറി പോകണ്ട് നിങ്ങൾ. നീ ഒന്ന് മിണ്ടാതിരിക്കേ സുഹൈറ, ഈ ഒന്ന് മിണ്ടാതിരിക്കണ്ടോ?
ആ നിങ്ങളെന്നെ പേര് വിളിച്ചോളി അങ്ങോട്ട്, എന്നാലും എനിക്കിപ്പോൾ പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങോട്ട് കിടക്കരുത് എന്ന്. മറ്റുള്ള അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഉമ്മാനും പാപ്പാനും എന്താ ഇന്നെ കൊല്ലു കുറേ കടുപ്പം കാട്ടി, അതുകൊണ്ടല്ലേ വേഗം വീട് വെച്ച് പോയത്. എനിക്കിഷ്ടമൊന്നുമില്ലായിരുന്നു അവിടെ നിൽക്കണത്. ഉമ്മാനും ഇപ്പാനും നോക്കി നിൽക്കണേ എനിക്കിഷ്ടമല്ല. വേഗം ഒരു വീട് വെച്ച് പോരുക എന്നല്ലാതെ. അപ്പോൾ തള്ള എന്തൊക്കെയേ പറഞ്ഞുണ്ടാക്കിയതെന്നോ. എന്താ എൻ്റെ മോനെ ഓള് കൊണ്ടുപോയി, എനിക്ക് കണ്ട് പൂതി കിട്ടിയില്ല, ഓള് എൻ്റെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ആൾക്കാരോടൊക്കെ പറഞ്ഞു നടന്നിൻ്റെത്. ഈ ഒന്നും മിണ്ടാതിരിക്കുമോ? ഇക്ക ഞാൻ ഉള്ളത് പറയാം. നിങ്ങളവിടെ നിൽക്കണേ കുഴപ്പമില്ല, പക്ഷേ നിങ്ങളെ പൈസ 5 പൈസ അവിടെ കൊടുത്തു പോരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഞാൻ പൈസ ഒന്നും കൊടുക്കുന്നതെന്ന് മിണ്ടാതിരിക്കുമോ? എന്നാൽ മകൻ്റെ പമ്മിയുള്ള ആ ഒരു സംസാരം കേട്ട് ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളേ, ഉമ്മാൻ്റെ കുട്ടീനോള് ഇവിടെ നിൽക്കാൻ അയക്കൂല. ഉമ്മ അത് അല്ല, മോൻ പോയിക്കോ, ഒന്ന് ചായ കുടിച്ചോളി. ഉമ്മ ചായ ഒന്നും വേണ്ട, അല്ല മോനത് കുടിച്ചോളി, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി. ഉമ്മ എന്താ ഞാൻ ചെയ്യാം? എനിക്കുമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒന്നും പറയണ്ട, എൻ്റെ കുട്ടി ചായ അടിച്ചോളി വേഗം, എന്നിട്ട് വേഗം പൊയ്ക്കോളി. ഉമ്മാക്കും ഉപ്പാക്കും ഒരിട്ടെങ്കിലും എന്നെ കാണാൻ പറ്റുമല്ലോ. ആയിക്കോട്ടെ. മോനെ എന്തിനാ ഈ ഫ്രൂട്ട്സ് കൊണ്ടുവന്നത്? ഇതാ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഈ റൂമിൽ ഇഷ്ടം പോലെയാണ് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കണത്. ഉമ്മ അവർ വന്നിരുന്നില്ലേ ആ മോനെ, മനുഷ്യത്തുള്ള ആൾക്കാരാണ് ഓല് വന്ന് പോയി. ഏതായാലും ഉമ്മ അതാ ഇത് വെച്ചോളി. 500 രൂപയുടെ നോട്ടെടുത്ത് കണ്ട് മോൻ അതാ ഉമ്മയുടെ കയ്യിൽ ചുരുട്ടി. വേണ്ട മോനെ, അല്ലാ വേണ്ട, ഓൾ എണ്ണി വെച്ച പൈസ ആയിരിക്കും. പൊയ്ക്കോ, പൈസ ഇങ്ങോട്ട് നോക്ക്, പൈസ ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മോൻ്റെ അടുത്ത് പോലെ പൈസയും കുറച്ച് കൊടുത്തേക്കണ്. എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും പോയിക്കളി. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി, ഇപ്പോൾ പോയിക്കോളി, ഓളെ പേടിച്ച് ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ തന്നെ അതാ ഫസീലയുടെ ആങ്ങള പോകുന്നു. വല്ലാത്തൊരു. എന്നാൽ ഫസീലയുടെ നാത്തൂൻ സുഹൈറ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സമയം 8 മണി. വരട്ടെ ഇങ്ങോട്ട്. സിറ്റൗട്ടിൽ തന്നെ അവൾ ഒരുപാട് സമയം നിന്നു. പിന്നീട് വാതിലടിച്ചു. വണ്ടിയുടെ ശബ്ദം കേട്ടു. എടി എൻ്റെ തന്ത വന്നിക്കണെന്ന് തോന്നുന്നുണ്ട്. സുഹൈറ മിണ്ടരുത് മോളെ. എന്തമ്മ ഉപ്പല്ലേ വിളിക്കണത്? നിങ്ങളിത് വാതിൽ തുറക്കാൻ അയക്കാത്തത്? അവിടെ കിടക്കട്ടെ. സുഹൈറ എന്താ അവള്? ഉപ്പ ഞാൻ അവിടെ മിണ്ടാതെ അവിടെ ഇരുന്നോ, അതെനിക്ക് നല്ലത്. എൻ്റെ ബാപ്പ തോന്നിമാരി നടക്കണേനിപ്പോൾ ഞാനിവിടെ അതിനിവിടെ സമ്മതിക്കണ്ടേ? ഒന്നെങ്കിൽ ഇവിടെ നിൽക്കണം നല്ല മട്ടത്തിന്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് അവിടെ പോയിക്കട്ടെ. ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം എന്തിനാ? ഉള്ള പൈസയുടെ സാധനം വാങ്ങി കൊടുക്കാനും അതിനൊക്കെ പോവാണ്. ഇവിടെ ഉണ്ടാകുന്ന പൈസ അവിടെ അങ്ങനെ ചിലവാക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പം പറയും പെറ്റ ഉമ്മല്ലേ ഉപ്പല്ലേ എന്നൊക്കെ. പെറ്റ ഉമ്മയാലും ഉപ്പയാലും എന്താ അവിടെ ഒരു മോനില്ലേ, ഓൻ നോക്കട്ടെ, അല്ലാതെ നമ്മളാണോ നോക്കേണ്ടത്? നിങ്ങളെ മൂത്ത മോനല്ലേ. അത് മാതാപിതാക്കൾ നോക്കല് എല്ലാ മക്കൾക്കും ഒരുപോലെ കടമയുള്ളതാണ്, അല്ലാതെ ഒരു ചെറിയ മോൻക്കെന്നോ വലിയ മോൻക്ക് അങ്ങനെയൊന്നുമില്ല. തറവാട്ടിൽ നിൽക്കുന്നവരാണ് മാതാപിതാക്കൾ നോക്കേണ്ടത്, അല്ലാതെ. സുഹൈറ പറഞ്ഞത് അദ്ദേഹം ഓർത്തു സിറ്റൗട്ടിൽ നിന്ന്. റബ്ബേ, സുഹൈറ വാതിൽ തുറക്കുന്നുണ്ടോ? എന്നാൽ അപ്പോഴേക്കും മോൾ ഓടി വന്ന് വാതിൽ തുറന്നു. ഉപ്പ. എന്താ എത്ര സമയമായി ഞാൻ വാതിൽ മുട്ടി വിളിക്കുന്നു. എവിടെയായിരുന്നു നിങ്ങളെ? ഞാൻ പോയിട്ടുണ്ടാവും തള്ളൻ്റെ അടുത്തേക്ക് അല്ലേ? ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണേ നിനക്കെന്താ? പെങ്ങൾ തെണ്ടി തിരിഞ്ഞൊക്കെ എത്തിക്കണമെന്നൊക്കെ ഉള്ള ന്യൂസ് ഞാൻ കേട്ടു. എന്തൊക്കെ തന്നെയാലും പെങ്ങളെയും ഉമ്മാനും ഇപ്പാനൊക്കെ നോക്കാണ്ട് പൊയ്ക്കോളി നിങ്ങൾ. അതെ, ആ പൈസ ഇവിടെ വെച്ച് പോകണം കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ വരുമാനം കിട്ടുന്നത് അത് കൊണ്ടുപോയി അവർക്ക് മിണുങ്ങാൻ കൊടുക്കരുത്. അത് ഇവിടെ വെച്ച് തന്നിട്ട് പോകണം. എനിക്ക് കുറേ കുറിയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതാണ്, അതൊക്കെ എനിക്ക് അടക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങളിങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ തയ്യില്ലത് ഒരിക്കലും. എത്ര കിട്ടിയാലും തയ്യാത്തൊരു സാധനങ്ങളും. സുഹൈറ ഒന്നും മിണ്ടാതിരിക്കണ്ടേ? എൻ്റെ ഉമ്മാനും ഉപ്പാനും പറ്റി എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മ ഉപ്പയാണത്, അല്ലാതെ ഇനിയിപ്പോൾ കാലാകാലം പോറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ പോയി മുട്ടിട്ടിരിക്കണം എന്നാണോ? നിന്നോളി, ഒരു കുഴപ്പമില്ല, പക്ഷെ പിന്നെ അങ്ങോട്ട് കിടക്കരുത്. ശരിക്കും അയാൾ ഞെട്ടിപ്പോവുകയാണ് അവളുടെ സ്വഭാവത്തിൽ.
എൻ്റെ റബ്ബേ മോളെ, വല്ലാത്തൊരു ഇടങ്ങാറാണിത്. ആ എന്താ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണോ? ഞാൻ ഇറങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് വേറെ പെണ്ണും കെട്ടി ഇവിടെ കൂടാൻ. അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ? ഒന്നും മിണ്ടാതിരിക്കുക, കുട്ടികൾ കേൾക്കുന്നില്ലേ? നീ എന്തിങ്ങനെ? ആ നിമിഷം തന്നെ അതാ അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഹലോ, ആ എടാ, പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ, ഈ പോരണോ? എപ്പോഴാടാ? അത് മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ തുടങ്ങുക, അപ്പോൾ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടെ വിചാരിച്ച് നിൽക്കുകയാണ്, പെട്ടെന്ന് കഴിയും ചെയ്യും. അത് ഇനി എന്നാ? അതോ ഒന്നരാടോ 2 ദിവസം കൂടുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്. എന്താ ഈ പോരുന്നുണ്ടോ? ഞാൻ അദ്ദേഹം പെട്ടെന്നൊന്ന് ഫ്രഷായി ഡ്രസ്സ് മാറ്റി വെള്ളത്തുണിയും വെള്ളക്കുപ്പായും തലയിലൊരു തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങി. എങ്ങോട്ടാണാവോ മോലിയർ? അത് ഒരു ക്ലാസ് ഉണ്ട്. ഓ ക്ലാസ്, എന്ത് ക്ലാസ്സാ? ഒരു ഉസ്താദിൻ്റെ ക്ലാസ്സാണ്. എന്താ ഇപ്പോൾ എല്ലാം ഇപ്പോൾ നിന്നെ ബോധിപ്പിക്കണമെന്ന്? ഒന്നുമില്ല, എന്നിട്ട് നേരെ ഉമ്മാൻ്റെ അടുത്തേക്കാണ് പോയിക്കോണ്ടി, പൈസയും സാധനങ്ങളും കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അയാൾ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി. തൻ്റെ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. കാർ എടുത്തുകൊണ്ട് പെട്ടെന്ന് എവിടുക്കാന്നാ അവിടെ എൻ്റെ തന്ത പോയിക്കണ് നേരം. ഇനി വേറെ പെണ്ണറ്റ് കെട്ടി കൂടിക്കണാവോ? ഉമ്മ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ? നിങ്ങളെ വാക്കുകൾ കേൾക്കുമ്പോൾ മനുഷ്യൻ ദേഷ്യം പിടിക്കുകയാണ്. എനിക്ക് പഠിക്കാൻ വരെ കഴിയണില്ല. ഒന്ന് മിണ്ടാതിരിക്കുവോ? അങ്ങനെയതാ അയാൾ പോകുന്നു ഉസ്താദിൻ്റെ ക്ലാസ്സിലേക്ക്. ശരിക്കും ആളുകൾ തിങ്ങിക്കൂടിയ ആ ഒരു ക്ലാസ് അത് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് തോന്നി, റബ്ബേ ഇത്രയും വലിയൊരു ക്ലാസ്സോ? ഇതിപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം ക്ലാസ് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് അങ്ങോട്ട് ആൾ കൂടിയതാണ്. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതൊക്കെ. ചെന്നപ്പോൾ തന്നെ ഉസ്താദിൻ്റെ ആ ഒരു പ്രഭാഷണം കേട്ട് ഫസീലയുടെ ആങ്ങള അവിടെ നിന്ന് പോയി. റബ്ബേ, മക്കളെ, നമ്മളെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുണ്ടായിട്ടല്ലേ നമ്മളുണ്ടായത്. നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ഇപ്പോഴത്തെ പോലെയല്ല, കുറച്ച് പഴയ കാലത്താണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മളെ പോറ്റി വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നല്ല രീതിയിൽ സ്നേഹം കൊടുക്കണം. അവർക്ക് ചെറുപ്പത്തിൽ നമുക്ക് തന്നവരല്ലേ, ആ സ്നേഹം തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ്. ഈ ഒരു സമയം സുഖമില്ലാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അവരുടെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ് അവരുടെ തൊട്ടരികിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ അവർക്കത് വല്ലാത്തൊരു റാഹത്തായിരിക്കും. അതെ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം 5 വക്തിലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഉമ്മ എന്ന് വെച്ചാൽ, ഉമ്മ ഉള്ളവരെന്ന് വെച്ചാൽ ഭാഗ്യവാന്മാരാണ് കേട്ടോ. ഉപ്പ ഉള്ളവരില്ല എന്നല്ല, പക്ഷെ ഉമ്മ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഈ കൂട്ടത്തിൽ എല്ലാവരുടെയും ഉമ്മ ജീവിച്ചിരിക്കണമെന്നില്ല, പലരുടെയും മരണപ്പെട്ട് ആരുടെ മണ്ണിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ലാത്തൊരവസ്ഥ, ആ വീട്ടിലേക്ക് പിന്നെ കയറി ചെല്ലാൻ പോലും നമുക്ക് കഴിയൂലല്ലേ. നമ്മെ കാത്തിരിക്കുന്ന ഉമ്മ, അതെ, ആ ഉമ്മയില്ലാത്ത വീട് റബ്ബേ, എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല. ഉമ്മയില്ലാത്ത വീടല്ലേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു നിമിഷം ഉസ്താദ് കരഞ്ഞുപോയി. എൻ്റെ കുട്ടിക്കും ഉമ്മയില്ല കേട്ടോ. എൻ്റെ കുട്ടിക്കും ഉമ്മയില്ല. ഓളെ പടച്ചോനങ്ങ് നേരത്തെ കൊണ്ടുപോയി. അതെ, എൻ്റെ 3 വയസ്സുകാരി എൻ്റെ ആയുഷക്കുട്ടിക്ക് ഉമ്മയില്ല. അതെ, എന്താ ചെയ്യാം, അള്ളാഹുവിൻ്റെ വിധി അതായിരിക്കും. ആ നിമിഷം സദസ്സിലുള്ളവരെല്ലാം കരഞ്ഞു പോയി. ഉസ്താദെ, നിങ്ങൾ കരയല്ലേ, പടച്ച റബ്ബ് നിങ്ങൾക്ക് സോലിഹ ഒരു ഭാര്യയെ തരട്ടെ. അപ്പോഴൊക്കെ ആരൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യട്ടോ. അപ്പം നമ്മൾ ഉമ്മമാരുള്ള കാലത്ത്, ഉപ്പമാരുള്ള കാലത്ത് അവരെ നല്ല രീതിയിൽ നമ്മൾ സന്തോഷിപ്പിക്കണം. നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അതെ, എപ്പോഴും നമ്മൾ അവർക്ക് ഇങ്ങനെ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കണം. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. നോ നോ നോ, ഒരിക്കലും പറഞ്ഞു പോകരുത് മക്കളെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് ഒരു വേദന വന്നു കഴിഞ്ഞാൽ
എൻ്റെ മോൻ എന്നോടത് പറഞ്ഞല്ലോ, എൻ്റെ മോൾ എന്നോടത് പറഞ്ഞല്ലോ എന്നുള്ളൊരു വേദന വന്നു കഴിഞ്ഞാൽ പോയി മക്കളെ കാര്യം. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് നമ്മൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോടൊരു പറയാനുള്ള, ആരുടെയെങ്കിലുമൊക്കെ ഉമ്മമാരുടെ ഉപ്പമാരും ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയണം പോയിട്ട്. ഇൻഷാ അല്ലാ. നമ്മുടെ ഉമ്മ എന്ന് വെച്ചാൽ എന്താ? ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നതും കഅബ ഷരീഫിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതും, അതെ, കഅബ ഷരീഫ് കാണുന്നതും ഉമ്മയുടെ മുഖം കാണുന്നതും പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നതിനും പ്രതിഫലം ഒരുപോലെയാണെന്നാണ്. ഹജ്ജ് ചെയ്യാൻ കഴിവില്ലാത്തവർ, ഉംറ ചെയ്യാൻ കഴിവില്ലാത്തവർ ആണോ, ഉമ്മയെ കണ്ടോളൂ, ഉമ്മയുടെ മുഖത്ത് നോക്കി നിന്നോളി, പ്രതിഫലം അങ്ങനെ കിട്ടുകയാണ് നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മാക്സിമം അവരെ സന്തോഷിപ്പിക്കണം. നമ്മൾ പ്രായമായ അവരുടെ അടുക്കൽ പോയിട്ട് അവരെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് അവരെ നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ കളിപ്പിക്കണം. അങ്ങനെ വേണ്ടത്. അങ്ങനെ അവർ ചിരിച്ച് സന്തോഷിച്ച്, ഓ എൻ്റെ കുട്ടി വരുമല്ലോ, എൻ്റെ കുട്ടി വരുമല്ലോ. അതെ, എന്നും ഉമ്മയെ നോക്കിയിരുന്ന ഒരു പൊന്നുമോൻ എന്നും ഉമ്മയുടെ അരികിലേക്ക് വരും. അതെ, ആഴ്ചയിൽ ജോലിയുള്ള ദിവസമാണെങ്കിലും ഇല്ലെങ്കിലും ഉമ്മയുടെ അരികിലേക്ക് വന്നിരിക്കും ഒരു വൈകുന്നേരം. അതെ, ഉമ്മയെ കണ്ടിട്ട് ഉമ്മയുടെ കൂടെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോകും. എന്നാൽ തൻ്റെ പൊന്നുമോൻ ആ ദിവസം വരുന്നില്ല. അതെ, എന്താ റബ്ബേ എൻ്റെ കുട്ടി വരാത്ത്? ഉമ്മ കാത്തിരിക്കുകയാണ്. പഠിച്ചവൻ എൻ്റെ കുട്ടിയെ കാണുന്നില്ലല്ലോ റബ്ബേ, എൻ്റെ കുട്ടി വരുന്നതാണല്ലോ. ഞായറാഴ്ച ദിവസങ്ങളിൽ മുഴുവൻ എൻ്റെ അടുക്കൽ എൻ്റെ പൊന്നുമോൻ വന്നിരിക്കും. അതെ, പൊന്നുമോൻ എൻ്റെ കൂടെ വന്നിരുന്ന് എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ കൂടെ ഒരുപാട് സമയം സന്തോഷിപ്പിച്ചിരിക്കും ഉമ്മച്ചിയെ. അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു ചെറുപ്പം മുതലത് ശീലമായതായിരുന്നു. എന്നാൽ അന്നൊരു ദിവസം വൈകുന്നേരമായിട്ടും ഈ മോനെ കാണുന്നില്ല. അതെ, വേറെ പോയ മോനാണ്, വേറെ താമസിച്ച മോനാണ്. മോനെ കാണാത്തത് കൊണ്ട് ഉമ്മ അങ്ങനെ വിഷമിച്ച് നോക്കിയിരിക്കണം. ഉമ്മക്ക് അത്ര സുഖമല്ല. പഠിച്ചോനെ എൻ്റെ കുട്ടി എവിടെ? എൻ്റെ കുട്ടിയെ കാണുന്നില്ലല്ലോ റബ്ബേ. എന്നും എൻ്റെ അടുത്ത് എൻ്റെ കുട്ടി വരാറുണ്ടല്ലോ. ഇല്ല, അന്ന് രാത്രിയായിട്ടും പൊന്നു മോനെ കാണുന്നില്ല. ഒരു നിമിഷം ആരോ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഉമ്മയോട് പറഞ്ഞ ഒരു പക്ഷെ ഉമ്മ വേദനിക്കുമെന്ന് കരുതിയിട്ട്, അതുമ്മ മോനക്ക് ചെറിയൊരു തലവേദന എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, അതൊന്ന് പണിത്തിരക്ക് കാരണമോ അതൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. എന്നാൽ പിറ്റേന്ന് ആ പൊന്നും മോന് ബ്ലോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷത്തിന് കൊണ്ടുപോവാണ്. ഈ വിവരം പിന്നീട് ഉമ്മ അറിഞ്ഞപ്പോൾ പറയാണ്, എൻ്റെ മക്കളെ, എൻ്റെ കുട്ടീൻ്റെ വിവരങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആകുമ്പോഴല്ലേ എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ ഉമ്മ വേദനയോടുകൂടി പറയാണ്. ഇന്നും ആ ഉമ്മ മോനക്ക് വേണ്ടി ദുആ ചെയ്യാണ്. കാരണം ഉമ്മയെന്നും നിരന്തരം ഏത് ജോലി തിരക്കിനിടയിലും ഉമ്മയെ വന്ന് സന്ദർശിച്ച് ഉമ്മയോട് ഒരുപാട് കഥകളും കാര്യങ്ങളും എങ്ങനെ പറഞ്ഞ് അങ്ങനെ നോക്കിയിരുന്നതാണ്. അങ്ങനെ ആ ഒരു പൊന്നുമോനക്ക് ഉമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ കുട്ടീൻ്റെ അടുത്ത് വരും, അത് ഒരുപാട് സമയം ഇരിക്കും, അതെനിക്കൊരു സന്തോഷമാണ്. ഇപ്പം എൻ്റെ കുട്ടിക്ക് സുഖമില്ലാത്ത അവസ്ഥയാണ് റബ്ബേ. ഇപ്പോൾ ഉമ്മ നിരന്തരം പൊന്നുമോനക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതെ, മൂസാ നബിയോട് ഒരിക്കലേ അള്ളാഹു പറഞ്ഞ് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അറിയോ? ഈ സദസ്സിലുള്ളവർക്കൊക്കെ അതറിയുമോ? എന്താ പറഞ്ഞത്? യാ മൂസ, നീ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ, പടച്ച റബ്ബാണ് പറയുന്നത്. അതെ, നമ്മയൊക്കെ സൃഷ്ടിച്ച പടച്ച റബ്ബി, ദുനിയാവ്, ഈ ലോകം മുഴുവനും അതിലുള്ളതും സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്. ഹേ മൂസ, ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. അപ്പം എന്താ കാര്യം എന്താണ്? മൂസ, നിന്റെ മാതാവ് മരണപ്പെട്ടിരിക്കുന്നു, നിനക്ക് വേണ്ടി ഉയർത്തേണ്ട കൈകളിലില്ല കേട്ടോ, ഭൂമിയിലില്ല, അവർ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പോഴും ഉമ്മാൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മദ്രസയിൽ പഠിച്ചതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളെ മാതാപിതാക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക കേട്ടോ. അവർ മരിക്കുവോളം ഓരോ കൂടെ നമ്മൾ സന്തോഷത്തിലൊക്കെ നിന്ന് അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ പങ്കുചേർന്ന് അങ്ങനെ നിൽക്കുക. അവരൊരിക്കലും വിഷമിപ്പിക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ പോയി നോക്കുക. അപ്പോൾ നമ്മൾക്ക്
അവരുടെ പ്രാർത്ഥന ഉണ്ടായാൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവും. നമ്മൾ മാക്സിമം നമ്മുടെ മാതാപിതാക്കളെ, പക്ഷേ ചില ആളുകൾക്കൊക്കെ ഒരു ചിന്താഗതിയുണ്ട്, നമ്മൾ കെട്ടിച്ച് വിട്ടവരല്ലേ, നമ്മൾ നമ്മളെ മാതാപിതാക്കളെ നോക്കണ്ട, അത് നോക്കേണ്ടത് അവിടുത്തെ മരുമക്കളാണ് അല്ലെങ്കിൽ അവിടുത്തെ ആൺമക്കളാണ് എന്നുള്ള രീതിയിലെ ചിന്തകൾ അതുണ്ടാവും. ആങ്ങളമാരും ഭാര്യമാരുമാണ് എൻ്റെ ഉമ്മാനെ നോക്കേണ്ടത്. അങ്ങനെയല്ല. മക്കളെന്ന് പറഞ്ഞാൽ ആൺമക്കളും പെൺമക്കളൊക്കെ അതിൽ വിടും. അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉമ്മയും ഉപ്പയും നോക്കേണ്ട ബാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും എനിക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കളൊക്കെ നോക്കണം, ഉമ്മാൻ്റെ അടുത്ത് പോയി നിൽക്കാൻ എപ്പോഴാണ് ഒഴിവ്, ഉമ്മാനിപ്പാനും നോക്കാനൊന്നും ഒഴിവില്ല എനിക്ക് എൻ്റെ മാപ്പിളിനും മക്കൾക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, തിന്നാൻ കൊടുക്കണ്ടേ എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷേ നമ്മളോടൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ ഉമ്മയും ഉപ്പയെയും നിങ്ങൾ പ്രായമായ കാലത്ത് അവരുടെ അരികിൽ പോയിരുന്നോ, അവർ സംരക്ഷിച്ചിരുന്നോ എന്നൊക്കെ അത് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ മക്കൾക്കും, അത് ആൺമക്കൾക്ക് പെൺമക്കൾക്ക് എന്നില്ല, എല്ലാവരും കഴിയുന്നത്ര നമ്മുടെ മാതാപിതാക്കളെടുത്ത് പോയിട്ട് അവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേലിലുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അതിനുള്ള മനസ്സ് നൽകട്ടെ. ആമീൻ. ഇതെല്ലാം കേട്ട് അതാ ഫസീലയുടെ ആങ്ങളെ ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, എനിക്ക് പറ്റിയ പ്രഭാഷണം പോലെ ഞാനിങ്ങോട്ട് കയറി വന്ന സമയത്താണല്ലോ റബ്ബേ ഇത് കേട്ടത്. പടച്ചോനെ, ഞാൻ ഒന്നും എൻ്റെ ഉമ്മാക്കുപ്പാക്കും ചെയ്തു കൊടുത്തിട്ടില്ല, ഞാൻ ഒന്നിനും പോയിട്ടില്ല റബ്ബേ. ഞാൻ പോയാൽ തന്നെ എൻ്റെ ഭാര്യ സമ്മതിക്കുകയില്ല. ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മയും ഉപ്പയും ഉപേക്ഷിക്കുന്നവനാണ് ഞാൻ. അതെ, അവൾ പറഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാണ് ഞാൻ. വാടകയ്ക്ക് പോയതാണ് ആദ്യം, പിന്നീടാണ് വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. അതെ, ഉമ്മയും ഉപ്പയും ഒറ്റക്കാക്കിയിട്ട് പാവൻ്റെ ചെറിയ അനിയന് അവനേ ഉള്ളൂ ആ വീട്ടിൽ. ഇപ്പോൾ ഇന്ന് പോയപ്പോൾ തന്നെ എൻ്റെ ഭാര്യയുടെ ഒരു സംസാരം ചീത്തപറച്ചിലേക്ക് കേട്ടില്ലേ, ഇതെനിക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണെന്ന് തോന്നുന്നത്. ആ നിമിഷം തന്നെ അതാ ക്ലാസ് കഴിഞ്ഞ ഉസ്താദ് പോയില്ല. എന്താ നീ പോകുന്നില്ലേ? നമുക്ക് പോകണ്ടേ? ഞാൻ ഉസ്താദിനൊന്ന് കാണട്ടെ. ഉസ്താദിനെ കാണാൻ ഇനി ഇപ്പം തിരക്കായിരിക്കും, ആളുകൾ മുസാഫത്ത് ചെയ്യലും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും, നമുക്ക് പോകാം, നാളെ വരാം. നിനക്കെന്തീ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഉസ്താദിനോടൊന്ന് വന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം. എടാ, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ ഞാൻ തീരെ നോക്കിയിട്ടില്ല. എൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഞങ്ങൾ അങ്ങോട്ട് വേറെ പോയി. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും എൻ്റെ ഭാര്യ സമ്മതിക്കൂല. അത്രക്കും കർശനാണ് അവൾക്ക്. എടാ, ഭാര്യമാരുടെ വാക്ക് കേട്ടുന്നാലേ നമുക്ക് പ്രാർത്ഥന ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ നമ്മളെപ്പോഴും സംരക്ഷിക്കുക വേണം. എനിക്ക് സത്യമായിട്ടും ഉസ്താദിനോടൊന്ന് കാര്യങ്ങളൊക്കെ പറയാണ്ട്. അന്ന് തിരിച്ചു പോകുമ്പോൾ ഫസീലയുടെ ആങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. പഠിച്ചവൻ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടപ്പോഴാണ് മനസ്സൊന്ന് കലങ്ങി മറിഞ്ഞത്. റബ്ബേ, എന്തൊക്കെയോ തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല. റഹ്മാനെ, നീ പുറത്തു കൊണ്ടല്ല. എന്നാൽ ഈ സമയം അതാ ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് നേരെയതാ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും എത്തി. അതാ ഫുഡ് കഴിക്കാൻ ഉസ്താദും എത്തി. മോളെ, ഉമ്മ വിളിച്ചു. മോളെ സമീറ, മോളെ, ഉമ്മാൻ്റെ കുട്ടിയാ ഫുഡൊന്ന് അങ്ങോട്ട് കൊണ്ടുവച്ചെടുത്താൽ. ആ ഉമ്മ. ക്ലാസ് കഴിഞ്ഞ് വന്ന് അവൾ ഫുഡെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. എന്തോ ഒരു സാധനം അവൾ മറന്നു പോയിരുന്നു. പഠിച്ചവനെ, ഉസ്താദ് ഇരിക്കുന്നതിന് മുമ്പ് എല്ലാ സാധനവും കൊണ്ടുവയ്ക്കലാണ്, പക്ഷേ ഇത് കൊണ്ടുപോയി വെച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ആ സാധനം. പഠിച്ചവനെ, ഉമ്മ. എന്താ മോളെ? ഉമ്മ ഒരു സാധനം കൊണ്ടുവച്ചിട്ടില്ല. മോളാണ് കൊണ്ടുപോയി കൊടുത്തോളാം. ഇനിയിപ്പോൾ എന്താ എന്നെ കെട്ടാൻ നിൽക്കണേ ചെക്കൻ തന്നെ അല്ലേ, ഇനിയിപ്പോൾ എന്താ? അവൾക്ക് ഭയം തോന്നി. അവൾ തട്ടമെല്ലാം ശരിക്കിട്ടുകൊണ്ട് അതാ ഉസ്താദിൻ്റെ മുമ്പിലേക്ക്. സമീറ, ആ ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. എന്താ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ. എന്നാൽ നിക്കാഹിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്താലോ? ആ ഒരു വാക്ക് കേട്ട് അവൾ ഒരു നിമിഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോയി മനസ്സിൽ. എന്താ, ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാ. ഉസ്താദിൻ്റെ ആ ഒരു നറുപുഞ്ചിരി അവളുടെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് കവർന്നു. അപ്പോഴേക്കും ഷമ്മാസും എത്തി. ഷമ്മാസ് എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഉമ്മ വന്നതിന് ശേഷം ഷോപ്പിലേക്ക് പോയതായിരുന്നു. ആ ഉസ്താദെ, ഫുഡ് കഴിച്ചോ? അല്ല ഉസ്താദെ, ഇനിയിപ്പോൾ ഇത് അധികം നീട്ടിക്കൊണ്ടു പോകണ്ടല്ലോ,
പിന്നെ നമുക്ക് നിക്കാഹ് ഷാമോനെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പിന്നെ സമീറക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ നിക്കാഹിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതെ, എങ്ങനെയെങ്കിലും സമീറക്ക് നല്ലൊരു ജീവിതം പെട്ടെന്ന് കൊടുക്കണം. കാരണം അവളുടെ ഭർത്താവ് അത് പറഞ്ഞതിന് ശേഷം ഉസ്താദിനും ഒരു വാശി തന്നെയാണ്. അതെ, ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അവളെ. അവളെക്കുറിച്ച് പല രീതിയിൽ അപവാദങ്ങളും അയാൾ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും വിഷയമല്ല. അവൾക്ക് ഇതുവരെ കിട്ടാത്ത നല്ലൊരു ജീവിതം കൊടുക്കണം. അതെ, എൻ്റെ ഹോറിയായിട്ട് അവളെ ഞാൻ സംരക്ഷിക്കും. അതെ, എൻ്റെ ഹോറിയായിരിക്കും എൻ്റെ സമീറ. ഒരിക്കലും അവളെ ഞാൻ വിഷമിപ്പിക്കില്ല, ബുദ്ധിമുട്ടിക്കില്ല. അതെ, ഞങ്ങളുടെ പൊന്നുമോളായി ഐഷവും. ഉസ്താദിൻ്റെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ പൂത്തുലഞ്ഞു. ഉസ്താദെ, എന്നാൽ പിന്നെ നമുക്ക് നാളെ പള്ളിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. ഉസ്താദിൻ്റെയും സമീറയുടെയും നിക്കാഹിൻ്റെ കാര്യത്തെക്കുറിച്ച് കാര്യപ്പെട്ട ആളുകളെല്ലാം കൂടി നാളെ സംസാരിച്ച് തീരുമാനമെടുക്കുകയാണ്. അതും പള്ളിയിൽ വെച്ച്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.